ബിഗ് ലേണിംഗിന്റെ സയന്റിഫിക് ഓഫീസർ ഫിസിക്സിലെ ക്ലാസിക്കൽ മെക്കാനിക്സിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. എൻ്റെ പേര് രഞ്ജിത്ത്. സോ എന്തൊക്കെയാണ് നമ്മളുടെ ലേണിംഗ് ഔട്ട്കം എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുക ഒന്ന് ക്ലാസിക്കൽ മെക്കാനിക്സ് ഇൻട്രൊഡക്ടറി പാർട്ട്, അതിനുശേഷം ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻസ് എന്തെല്ലാമാണ്, പിന്നെ കൺസർവേഷൻ ലോസ്, ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ് എന്തെല്ലാമാണ്. ഇത്രയും ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മുൻ വർഷ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം എന്നൊക്കെയുള്ളതാണ്. സോ ആദ്യം നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് തുടങ്ങാം. സോ ക്ലാസിക്കൽ മെക്കാനിക്സ് പറയുമ്പോൾ തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് ഫിസിക്സുകാരുടെ അടുത്ത് പറയുമ്പോൾ ഫിസിക്സുകാരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ശ്രീ ഐസക് ന്യൂട്ടന്റെ മുഖമാണ്. കാരണം ക്ലാസിക്കൽ മെക്കാനിക്സ് ഇറ്റ്സെൽഫ് ഈസ് അല്ലെങ്കിൽ ഫുള്ളി ഇറ്റ് ഈസ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. പക്ഷെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് മാത്രമല്ല, പിന്നീടും ചില സയന്റിസ്റ്റുകൾ അതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിവേ, ആദ്യം നമുക്കറിയേണ്ടത് വൈ ഇറ്റ് ഈസ് ക്ലാസിക്കൽ. നമുക്കറിയാം മ്യൂസിക്കിന്റെ കേസിൽ പൊതുവെ ആളുകൾ പറയുന്നതാണ് ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട്, വെസ്റ്റേൺ മ്യൂസിക് ഉണ്ട്. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് അല്ലെങ്കിൽ പോപ്പ് മ്യൂസിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ന്യൂലി അറൈവ്ഡ് മ്യൂസിക്, പുതുതായിട്ട് വന്ന ഒരു മ്യൂസിക്കാണ്. എന്നാൽ ക്ലാസിക്കൽ മെക്കാനിക്സ് അപ്പോ മുൻപുണ്ടായിരുന്ന മെക്കാനിക്സ് തന്നെ ആയിരിക്കണം, പക്ഷെ വേറെ എന്തോ ഒരു പുതുതായ ഒരു ഇൻട്രൊഡക്ഷൻ വന്നപ്പോൾ അതവിടെ യൂസ് ചെയ്യാൻ പറ്റാതെ വന്ന് നമ്മൾ പിന്നീട് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പേര് കൊടുത്തതാകാം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ മെക്കാനിക്സ് എന്ന് ആദ്യം പറഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി ഫിസിക്കൽ ഒബ്ജക്റ്റ് ഇൻ മോഷൻ ആൻഡ് അറ്റ് റെസ്റ്റ്. അതായത് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ്, റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം. സപ്പോസ് നമ്മുടെ രാമു എന്നൊരാളുണ്ടെന്ന് വിചാരിക്കാം. സോ രാമു ആക്ച്വലി ത്രോൺ എ ബോൾ അല്ലെങ്കിൽ എ സ്റ്റോൺ, ഒരു കല്ലെടുത്ത് രാമു എറിഞ്ഞാൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അനുസരിച്ചിട്ട് ഓരോ സമയത്തും ഈ കല്ലിന്റെ പൊസിഷൻ എവിടെയാണെന്ന് കൃത്യമായി പ്രിഡിക്റ്റ് ചെയ്യാൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉപയോഗിച്ച് സാധിക്കും. കല്ല് മാത്രമല്ല, മോഷൻ ഓഫ് പ്ലാനറ്റ്സ്, മോഷൻ ഓഫ് എനി ഒബ്ജക്ട്സ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അറ്റ് വൺ ടൈം. എപ്പോൾ വരെ? ബിഫോർ ദി ക്വാണ്ടം മെക്കാനിക്സ് കെയിം ഇൻ ടു പിക്ചർ. അതായത് ക്വാണ്ടം മെക്കാനിക്സ് വന്നതോടുകൂടി, അതായത് നമ്മളുടെ ആറ്റം വന്നതോടുകൂടി അല്ലെങ്കിൽ ആറ്റത്തിലെ സബ് പാർട്ടിക്കിൾസ് വന്നതോടുകൂടി ഇറ്റ് ബിക്കംസ് ബിറ്റ് മോർ കോംപ്ലക്സ്. അതായത് സബ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ക്വാണ്ടം ബിഹേവിയർ കാണിക്കുന്ന അല്ലെങ്കിൽ ഹൈ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഫോട്ടോൺസ് പോലെയുള്ള പാർട്ടിക്കിൾസ് ഇതേപോലെ മൂവ് ചെയ്താൽ ഓരോ സമയത്തും അത് ഏത് പൊസിഷനിലാണെന്ന് കൃത്യമായി വിത്ത് 100% ആക്യുറസി ആൻഡ് പ്രിസിഷൻ വി കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ്. നമുക്കറിയാം അത് അൺസർണിറ്റി, ഇപ്പൊ നമുക്കറിയാം അത് അൺസർണിറ്റി പ്രിൻസിപ്പിൾ, അത്തരത്തിലുള്ള ഫണ്ടമെന്റൽ ഫിസിക്കൽ ലോസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ നേച്ചർ ഓഫ് ദി സയൻസ്, നേച്ചർ ഓഫ് ദി നേച്ചർ, അതായത് പ്രകൃതിയുടെ സ്വഭാവം കൊണ്ട് തന്നെ നമുക്കത് പറ്റാത്തതാണ്. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിച്ചിരുന്നത് പ്രോബബിലിറ്റിയാണ്. അപ്പൊ പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ടായിരുന്നു ആ പൊസിഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വിച്ച് മീൻസ് പ്രീ ക്വാണ്ടം മെക്കാനിക്സ് ആണ് ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിന് മുമ്പ് യൂസ് ചെയ്തിരുന്ന മെക്കാനിക്സിനെയാണ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയാം. ഇനി ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ന്യൂട്ടൺ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് എന്ന് വിചാരിക്കരുത്. ന്യൂട്ടൺ മാത്രമല്ല, ലഗ്രാഞ്ചി, അതേപോലെ തന്നെ ഹാമിൽട്ടോണിയൻ, ഇത്തരത്തിലുള്ള സയന്റിസ്റ്റുകളുടെ സംഭാവനകളും വളരെ വലുതാണ്. കാരണം ന്യൂട്ടോണിയൻ മെക്കാനിക്സിനേക്കാൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ മെക്കാനിക്സ് സ്റ്റഡി ചെയ്യാൻ പറ്റുക അവരുടെ മെക്കാനിക്സ് യൂസ് ചെയ്ത് പറ്റുന്നതാണ്. എനിവേ, അതൊക്കെയായിരുന്നു ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് നമുക്കറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, ക്ലാസിക്കൽ മെക്കാനിക്സും അതേപോലെ തന്നെ കാൽക്കുലസും ഒക്കെ പറയുന്ന സമയത്ത് ന്യൂട്ടൺ പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ഒരു കോട്ടുണ്ട്, വെറുതെ നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം പറഞ്ഞത് വാട്ട് വി നോ ഈസ് എ ഡ്രോപ്പ്, വാട്ട് വി ഡോണ്ട് നോ ഈസ് ആൻ ഓഷൻ. അദ്ദേഹം പറഞ്ഞത്
ഇത്രയധികം സയൻസിൽ, പ്രത്യേകിച്ച് ഫിസിക്സിൽ സംഭാവന ചെയ്തിട്ടുള്ള മനുഷ്യൻ പറയുന്നത് അദ്ദേഹത്തിന് അറിയാവുന്ന വളരെ ഒരു ഡ്രോപ്പ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ വാട്ട് വി ഡോണ്ട് നോ ഇസ് ആൻ ഓഷൻ. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നതാണ്, അദ്ദേഹത്തിന് അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഈ ഫിസിക്സിൽ കണ്ടെത്താനുണ്ടായിരുന്നു എന്ന്. അപ്പോ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ അതിന് ശേഷം വന്നതാണ്. അപ്പൊ ഈ സയൻസ് എപ്പോഴും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപക്ഷെ കുറേയധികം കാലങ്ങൾ ഒരുപക്ഷെ കഴിയുമ്പോഴത്തേക്ക് ക്വാണ്ടം മെക്കാനിക്സും മാറി ഏതെങ്കിലും പുതിയ തരത്തിലുള്ള ഇപ്പോഴത്തെ ഫീൽഡ് തിയറി പോലെയുള്ള പുതിയ ഇതും വരാൻ സാധ്യതയുണ്ട്. എനിവേ, നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. സോ ഇനി ക്ലാസിക്കൽ മെക്കാനിക്സിലെ കുറച്ച് ഭാഗങ്ങൾ പറയുന്നതിന് മുമ്പ് ചില പ്രയർ നോളജ്, അതായത് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്തിട്ട് അതിലേക്ക് പോകാം. ഒന്ന്, പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അപ്പോൾ നമ്മളൊരു പാർട്ടിക്കിളിന്റെ പൊസിഷൻ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ടാണ്. ഇത് കണ്ടെത്തലാണ് പ്രധാനപ്പെട്ട ഒരു ന്യൂട്ടോണിയൻ മെക്കാനിക്സുകാരന്റെ ജോലി. അതായത് ഒരു പർട്ടിക്കുലർ ടൈം തന്നാൽ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, രാമു ഈ കല്ല് എടുത്തെറിയുന്നു. ആ കല്ലാണ് നമ്മളുടെ പാർട്ടിക്കിൾ എങ്കിൽ, രാമു ആണ് ഒറിജിൻ എങ്കിൽ രാമുവിൽ നിന്ന് ആ പാർട്ടിക്കിളിലേക്കുള്ള അകലം, ഡിസ്റ്റൻസ്, അതാണ് സമയത്തിനനുസരിച്ചിട്ട് മാറുന്ന പൊസിഷൻ. അപ്പൊ ഉദാഹരണത്തിന് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് r(2 seconds), r(2) എന്ന് നമുക്ക് കൊടുക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള, ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാം വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. നമുക്ക് വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ ന്യൂട്ടൺ തന്നെ കണ്ടെത്തിയ ഡിഫറൻസിയേഷൻ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഭാഷയിൽ പറഞ്ഞാൽ dr/dt. ഹിയർ r ഈസ് ആൾസോ എ ഫംഗ്ഷൻ ഓഫ് ടൈം. സോ ഇത് ലീനിയർ മോഷനിലാണ്. അതേസമയം റൊട്ടേറ്ററി മോഷനിലാകുമ്പോഴത്തേക്ക് ആംഗുലാർ വെലോസിറ്റി വരും. അപ്പൊ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അപ്പൊ ഇവിടെ റൊട്ടേറ്ററി മോഷനിൽ പൊസിഷൻ ആയിരിക്കില്ല മാറുക, ആംഗിൾ തീറ്റ ആയിരിക്കും മാറുക. അപ്പോ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് എന്താ വരിക? d(θ/dt). ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്നുകൂടെ ഒന്ന് ഓർമ്മിച്ചു എന്ന് മാത്രം. നോക്കുക, ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് dv/dt. dv/dt. വെലോസിറ്റി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ആംഗുലാർ ആക്സിലറേഷൻ നമ്മൾ ആൽഫ എന്നായിരുന്നു റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ക്യാൻ ബി dω/dt. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ. മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് p കൊണ്ടായിരുന്നു. അതെങ്ങനെയാ? p = മാസ് ഇൻറ്റു വെലോസിറ്റി. ആംഗുലാർ മൊമെന്റം L എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ചില ടെക്സ്റ്റുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ J എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ ആംഗുലാർ മൊമെന്റം L എന്ന് പറയുന്നത് നമുക്ക് മാസിന് കറസ്പോണ്ടിങ് റൊട്ടേറ്ററി മോഷനിൽ വരിക മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരുന്നു. വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് വരിക ഒമേഗ, അതായത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. സോ L = I⍵. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ we can try to dig into this classical mechanics up to some extent. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനിൽ തന്നെ തുടങ്ങാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒരിക്കൽ കൂടി ഞാനൊന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫസ്റ്റ് ലോ ഓഫ് ഇനേർഷ്യ ഇറ്റ്സെൽഫ്. എവരി ബോഡി അല്ലെങ്കിൽ എവരി ഒബ്ജെക്ട് continues in a state of rest or uniform motion unless an external unbalanced force acts on it. അങ്ങനെയാണെങ്കിൽ 2 ഇനേർഷ്യ ഉണ്ടാകുന്നത്: ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ആൾസോ ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. 3 ഇനേർഷ്യ അതുകൊണ്ട് ഒന്ന് ഓർത്തോളുക. ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഇതിനൊക്കെ ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു ബസ്സിൽ പോകുന്ന സമയത്ത് ബസ് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വീഴുന്നതും, ബസ് ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറകേട്ട് പോകുന്നതും ഒക്കെ ഇനേർഷ്യ ഓഫ് മോഷനും ഇനേർഷ്യ ഓഫ് റെസ്റ്റിനും. അതേസമയം നമ്മളൊരു ബസ്
ഒരു യൂണിഫോം വെലോസിറ്റിയിൽ നമ്മളൊരു വളവ് തിരിയുകയാണെങ്കിൽ കൂടി നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമുക്ക് ഇനേർഷ്യ ഉണ്ടാകും. ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ലോ ഓഫ് ഫോഴ്സ് ആണ്. ലോ ഓഫ് ഫോഴ്സ് നമുക്കറിയാം, ഫോഴ്സിനെ പറ്റി ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പൊ എന്താണ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്നത് എന്താണോ, ദാറ്റ് ഈസ് ആക്ച്വലി ഫോഴ്സ്. സോ ഫോഴ്സ് ഈസ് ദ സംതിങ് വിച്ച് ക്യാൻ ചേഞ്ച് ഇൻക്രീസ് ദി വെലോസിറ്റി, ഡിക്രീസ് ദി വെലോസിറ്റി ഓർ ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ. അപ്പൊ അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അദ്ദേഹം പറഞ്ഞത് വെറുതെ ഒരു ഐഡിയോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്സിന്റെ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ആയിരുന്നില്ല, മാത്തമാറ്റിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം നമ്മൾ നേരത്തെ പറഞ്ഞു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. സോ ഇൻ SI സിസ്റ്റത്തിൽ വരുമ്പോഴത്തേക്ക് ദാറ്റ് കോൺസ്റ്റന്റ്, പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഒരു കോൺസ്റ്റന്റ് ആക്കാം, ദാറ്റ് കോൺസ്റ്റന്റ് വിൽ ബി 1. സോ then we will get an equation like F is equal to dP by dt. We can write it something like this also, F is equal to ma. All these things we know. So law of inertia, then law of force. അപ്പൊ ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫിസിക്സ് പഠിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം, ഫിസിക്സ് എന്ന് പറയുന്നത് ഫിസിക്സ് ഈസ് ഈക്വൽ ടു mathematics plus common sense. So first Newton analyzed what is the common factor or what is the logical explanation for that. അതാണ് അദ്ദേഹം ലോ ഓഫ് ഇനേർഷ്യയിലൂടെ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, there is a mathematical explanation, he tried into that, then only it will become physics. അങ്ങനെ വരുമ്പോഴാണ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു ഫിസിക്സ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള സമയത്തിനനുസരിച്ചിട്ട് പൊസിഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വരുത്താൻ സാധിക്കുന്നത്. എനിവേ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ദെൻ അടുത്തെന്താണ്, ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction. Suppose if there is two objects, one is acting, one is applying a force on two, ഞാൻ F12 എന്ന് റെപ്രസെന്റ് ചെയ്താൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഇഫ് 2 will be acting, 2 will be applying equal and opposite reaction to 1. So equal and opposite ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് കൊടുക്കണം, it will be F21. റോക്കറ്റ്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്, ഒരാൾ നടക്കുന്നതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്, അല്ലെ? ചിലർ പറയും ലൈഫിലെയും ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. എനിക്കറിയാൻ വയ്യ, അത്രയധികം എന്താ പറയുക, വളച്ചൊടിക്കപ്പെട്ട ഒരു പക്ഷേ സയൻസ് ഒരു ലോ എന്ന് പറയുന്നത്, സയന്റിഫിക് ലോ എന്ന് പറയുന്നത് ഒരു പക്ഷേ ന്യൂട്ടന്റെ തേർഡ് ലോ ആയിരിക്കും. എനിവേ നമുക്ക് അതിന്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. സോ F12 is equal to F minus F21. ദെൻ അതിനുശേഷം നമ്മൾ പറയുന്ന ഒരു കാര്യമായിരുന്നു, എന്താണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ ഇനേർഷ്യൽ ഫ്രെയിംസ്. ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആൾസോ നോൺ ആസ് ഗലീലിയൻ ഫ്രെയിം ഓഫ് റെഫറൻസ്, കാരണം ഇറ്റ് ഇനിഷ്യലി സ്റ്റഡീഡ് ബൈ ഗലീലിയോ ഇറ്റ്സെൽഫ്. സോ അതുകൊണ്ട് തന്നെ ഗലീലിയൻ ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഗലീലിയോ തുടങ്ങി വെച്ചെടുത്ത് നിന്ന് പിന്നീട് വളർത്തി വലുതാക്കിയ സയൻസ് ഫിസിക്സിന്റെ ഒരു എന്താ പറയുക ഫാദർ എന്നൊക്കെ നമുക്ക് കൊടുക്കാവുന്ന ഒരാളാണ് ന്യൂട്ടൺ. സോ അതുകൊണ്ട് തന്നെ this inertial frame is also known as Galilean frame of reference. എന്താണ് inertial frame of reference? Is nothing but the frame in laws of inertia holds good. അല്ലെങ്കിൽ ന്യൂട്ടന്റെ ലോ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന, ന്യൂട്ടന്റെ ലോ അപ്ലൈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഭൂമിയിൽ നമുക്കിരുന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോസ് ആണ് ഫ്രെയിം, അല്ലെങ്കിൽ ഇതാണ് അല്ലെങ്കിൽ അതൊരു ഫ്രെയിമാണ്. ഭൂമിയിൽ ഒരാൾ ആക്സിഡന്റ് ചെയ്യുകയാണെങ്കിൽ
ശരിക്കും എന്താണ്? ഒരു ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. എന്നാൽ സപ്പോസ് ഒരാൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് സിമ്പിൾ പെൻഡലത്തിന്റെ എക്സ്പെരിമെന്റ് ആണെന്ന് വിചാരിക്കാം. സോ ഈ സിമ്പിൾ പെൻഡലത്തിന്റെ എക്സ്പെരിമെന്റ് ഒരാൾ ചെയ്യുന്നത് ഭൂമിയിൽ, അതായത് സാധാരണഗതിയിൽ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു. നമ്മളുടെ എർത്തിന്റെ കേസിൽ ഒരു സാധാരണ റിസൾട്ട് ആയിരിക്കും കിട്ടുക. സപ്പോസ് സംബഡി ഈസ് ഡൂയിങ് ദിസ് എക്സ്പെരിമെന്റ് ഇൻ എ ആക്സിലറേറ്റിംഗ് കാർ. ഒരു നിശ്ചിത വേഗതയിൽ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഒരു കാറിലാണ് അയാൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ അയാൾ ആദ്യം ഒബ്സർവ് ചെയ്യുക ഈ സിമ്പിൾ പെൻഡലം ഇങ്ങനെ പുറകോട്ട് പോകുന്നതായിട്ടായിരിക്കും. ശരിയല്ലേ? കാരണം ഇത് അങ്ങോട്ടേക്ക് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ കാറിനകത്തിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയായിരിക്കും ഒബ്സർവ് ചെയ്യുക. എന്താ ഒബ്സർവ് ചെയ്യുക? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതായിട്ട്. സോ അവിടെ നമ്മൾ ന്യൂട്ടൺ ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഒരല്പം ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ആക്സിലറേറ്റഡ് ആൻഡ് റൊട്ടേറ്റിംഗ് ഫ്രെയിംസിൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് അതിനെ പറയുക. അപ്പൊ അവിടെ നമുക്ക് വേറെ ചില ഫോഴ്സസ്, ഉദാഹരണത്തിന് ഇത് ശരിക്കും ഒരു സ്യൂഡോ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. അതിനെപ്പറ്റി നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ സംഭവിക്കാം. അതിനെയാണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുക. അപ്പോ നമുക്ക് തോന്നാം വെറുതെ ഇരിക്കുന്നതാണോ അല്ലെങ്കിൽ ഒരു റെസ്റ്റിൽ ഇരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണോ നമ്മൾ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുക എന്ന് ചോദിച്ചാൽ അല്ല. ഫ്രെയിംസ് വിച്ച് ആർ മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി റിലേറ്റീവ് ടു ആൻ ഇനേർഷ്യൽ ഫ്രെയിം. ഇനേർഷ്യൽ ഫ്രെയിമുമായിട്ട് ബന്ധപ്പെട്ടൊരു യൂണിഫോം വെലോസിറ്റിയിൽ പോകുന്ന ഒരാൾക്ക് അയാളും ന്യൂട്ടൺസ് ലോ അയാൾക്ക് വാലിഡ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ പറയും അതും ഇനേർഷ്യൽ ഫ്രെയിം തന്നെയാണ്. അതായത് ന്യൂട്ടന്റെ ലോസ് അവിടെ വാലിഡ് ആയിരിക്കും. ഇനി നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആക്സിലറേറ്റഡ് ആൻഡ് റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. പിന്നെ ലോസ് ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻസിൽ നമ്മളുടെ ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നോളുക. അതുമായിട്ട് ബന്ധപ്പെട്ടും ലോസ് ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ, പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും മാത്രമാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൽ വാലിഡ് ആയിട്ട് വരിക. നോൺ ഇനേർഷ്യലിൽ തേർഡ് ലോയും നമുക്ക് അപ്ലൈ ചെയ്യാനായി സാധിക്കുന്നതാണ് ഇൻ പ്രിൻസിപ്പിൾ. എനിവേ, അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു നിർത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു, ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ്. അതിലേക്ക് നമുക്കൊന്ന് വരാം. അതിനു മുമ്പ് ക്ലാസിക്കൽ മെക്കാനിക്സ് അറിഞ്ഞിരിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഏതൊക്കെയാണ് കൺസർവേഷൻ ലോസ് ഉള്ളത്. നമുക്കറിയാം കൺസർവേഷൻ ലോയിൽ ആദ്യത്തേത് ലീനിയർ മൊമെന്റം. അതെങ്ങനെയാ? സിമ്പിൾ ആണ് ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ. നോക്കുക, ഫ്രം സെക്കൻഡ് ലോ വി നോ ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു എം എ. കുറച്ചുകൂടെ കാൽക്കുലസ് അറിയാവുന്ന കുട്ടികൾ ഇങ്ങനെ പറയും, എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. സപ്പോസ് if there is no force, if there is no external force, എന്താ വരിക? F will be equal to 0. F will be equal to 0 means dp by dt will be equal to 0. എന്ന് പറഞ്ഞാൽ P എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. So P will be, linear momentum will be constant. അതാണല്ലോ കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊളീഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. എനിവേ, മറ്റൊരു കൺസർവേഷൻ ലോ ആണ് ലോ ഓഫ് ആംഗുലാർ മൊമെന്റം. ഇതിൽ നമുക്ക് ടോർക്ക് ഒന്നെടുക്കാം. ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം, ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്, അല്ലെ? ആർ ക്രോസ് എഫ് ആണ്. ഇനി ആംഗുലാർ മൊമെന്റം എടുത്തു കഴിഞ്ഞാലോ? ആംഗുലാർ മൊമെന്റം എൽ എന്ന് റെപ്രസെന്റ് ചെയ്താൽ, ചിലർ ജെ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, ഞാൻ പറഞ്ഞു. എൽ ഈസ് ഈക്വൽ ടു, അതിന് നമുക്ക് ആർ ക്രോസ് പി എന്ന് റെപ്രസെന്റ് ചെയ്യാം. സപ്പോസ് ഈ എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എ ഞാനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക? ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി
ഒരു അല്പം ശ്രദ്ധിക്കണം. ഇവിടെ നമുക്കൊരു പ്രോഡക്റ്റ് റൂളിന്റെ ആപ്ലിക്കേഷൻ വരും. സോ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ dr/dt ക്രോസ് പി പ്ലസ് ആർ ക്രോസ് dp ഡിവൈഡഡ് ബൈ dt. ശരിയല്ലേ? നമുക്ക് ജസ്റ്റ് ഈ ടേം ഒന്ന് നോക്കിയേ. ഹിയർ പി വിൽ ബി, സോ ഐ വിൽ ബി റൈറ്റിംഗ് സംവെയർ ഓവർ ഹിയർ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി is equal to mv ആണ്. സോ dr/dt cross p, we know mass is a constant. dr/dt itself is velocity, so v cross v വരും. So m into v cross v, v cross v will be 0. കാരണം എന്താ? ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ആണ് അതിന്റെ വരുന്നത് അല്ലെ? അപ്പൊ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ, സൈൻ 0 വരും. ഒരു വെക്ടറിനെ അതേ വെക്ടറുമായിട്ട് ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ which will be giving answer 0. So this term can be regarded as 0. So we can write something like this: r cross dp by dt. ശരിയല്ലേ? So we know dp by dt is actually force. So this is actually force. So we can write something like this. എന്തായിരുന്നു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എല്ലായിരുന്നു. സോ dl by dt is equal to r cross f. We know r cross f is torque tau. So we can write like this: torque tau is equal to dl by dt. If there is no external torque, torque ഇല്ല എങ്കിൽ dl by dt is equal to 0, which means angular momentum is a constant. അപ്പൊ ആംഗുലാർ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തു നോക്കി. L is equal to I ഒമേഗ എന്നൊരു ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്താ അത്? I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി, ഒരു സാധനം എത്ര വേഗത്തിൽ കറങ്ങുന്നു എന്ന്. ഇപ്പോ ക്ലാസിക്കൽ ഡാൻസേഴ്സിന്റെ ഒക്കെ ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള, ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസേഴ്സ് ഡാൻസ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ ഡാൻസ് ചെയ്യാം. അതായത് ഇങ്ങനെ കൈകൾ അകത്തി പിടിച്ച് അവർ കറങ്ങിയാൽ, റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന വേഗത ഒരല്പം കുറവും. എന്നാൽ അവർ കൈകൾ അടുപ്പിച്ച് അവർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആംഗുലാർ വെലോസിറ്റി ഭയങ്കര കൂടുതലുമായിരിക്കും. കാരണം എന്താ? കൈകൾ അടുപ്പിക്കുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും, പക്ഷെ ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം എന്ത് ചെയ്യണം? കൂടിയേ പറ്റൂ. സോറി, ആംഗുലാർ വെലോസിറ്റി എന്ത് ചെയ്തേ പറ്റൂ? കൂടിയേ പറ്റൂ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുന്നു, ആംഗുലാർ വെലോസിറ്റി കൂടുന്നു കൈകൾ അടുപ്പിക്കുമ്പോൾ. എന്തുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയുന്നു? കാരണം I is equal to പൊതുവെ എം കെ സ്ക്വയർ എന്നൊരു ഇക്വേഷൻ ആയിരുന്നു. കെ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നൊക്കെ പറയും. കൃത്യമായി പറഞ്ഞാൽ അവർ കറങ്ങുന്ന ആ ഒരു പോയിന്റും അതേപോലെ തന്നെ അതിന്റെ സെന്റർ ഓഫ് മാസും തമ്മിലുള്ള അകലമായിട്ട് നമുക്ക് തൽക്കാലം എടുക്കാം. കൈകൾ അടുപ്പിക്കുമ്പോൾ ആ അകലം വളരെ കുറവായിരിക്കും. കാരണം ആ ഒബ്ജക്റ്റിനോട് അടുത്ത്, സെന്റർ ഓഫ് മാസിനോട് അടുത്താണ് എല്ലാ മാസും വന്നിരിക്കുന്നത്. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറയും, ആംഗുലാർ വെലോസിറ്റി കൂടും, കൂടുതൽ വേഗതയിൽ കറങ്ങും. സോ ഇതൊരു ഭയങ്കര ട്രിവിയൽ കാര്യമാണ്, ഇതൊരു ഭയങ്കര സാധാരണ കാര്യമാണ് ഒരു പൂച്ചയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു പൂച്ചയെ നമ്മൾ പലപ്പോഴും സയന്റിസ്റ്റുകൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. പൂച്ചയെ നമ്മൾ തല കീഴാക്കി നിർത്തിക്കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ഡ്രോപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു പൂച്ചയെ ഇപ്പൊ പൂച്ച ഇങ്ങനെ തല കീഴാക്കി ഇങ്ങനെ നിൽക്കുന്ന പൂച്ചയെ നമ്മൾ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതും ആംഗുലാർ മൊമെന്റം കൺസർവേഷൻ അതിനറിയാം. സോ അതിന്റെ കാലും വാലും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കുറച്ച്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറച്ച്, ആംഗുലാർ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിച്ച് അത് പെട്ടെന്ന് തന്നെ റൊട്ടേറ്റ് ചെയ്ത് കൃത്യം 4 കാലിൽ വന്ന് നിൽക്കും. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ബിഗ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ
റിച്ചാർഡ് ഫെയ്ൻമാൻ പണ്ട് പറഞ്ഞ പോലെ നേച്ചർ ഹാസ് മാസ്റ്റേർഡ് ഓൾ ദീസ് തിങ്സ്. പ്രകൃതി ഇതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളിലും ഭയങ്കര മാസ്റ്ററാണ്. പക്ഷെ നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക പഠിക്കാനായി. എനിവേ, ഇനി കൺസർവേഷൻ ഓഫ് എനർജിയിൽ നമുക്കറിയാം, എനർജി വിൽ ബി കൺസേർവ്, ടോട്ടൽ എനർജി ഓഫ് എ സിസ്റ്റം വിൽ ബി കൺസേർവ്. പക്ഷെ ഒന്ന് ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് വർക്ക് എനർജി തിയറം. എന്താ വർക്ക് എനർജി തിയറം? അതായത് വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ചേഞ്ചിന്. അപ്പൊ കൈനറ്റിക് എനർജി കെ എന്ന് വിളിക്കാം. കുറച്ചുകൂടെ നല്ലത് കൈനറ്റിക് എനർജിയെ ടി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് നമുക്ക് ഡെൽറ്റ ടി എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ, സോറി ഇത് ഒമേഗ അല്ല, വർക്കാണ്. സോ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഹാഫ് എം വി ടു സ്ക്വയർ മൈനസ് ഹാഫ് എം വി വൺ സ്ക്വയർ. ഇതാണ് കൺസർവേഷൻ ലോസ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി പ്രോബ്ലം സോൾവിങ് ടിപ്സ് ഇൻ മെക്കാനിക്സ്. മെക്കാനിക്സിൽ എങ്ങനെയാണ് ഒരാൾക്ക് പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക? ആദ്യത്തെ കാര്യം സ്കെച്ച് ദി പ്രോബ്ലം. ആദ്യം അതിന്റെ പടം വരയ്ക്കാനായിട്ട് നോക്കുക. പടം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ പൂച്ച ഇങ്ങനെ താഴേക്ക് ചാടുന്ന പടമല്ല വരയ്ക്കേണ്ടത്. അതായത് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ ദാറ്റ് വിൽ ബി ഈസി ആയിരിക്കും. പിന്നെ ഡിഫൈൻ എ കോർഡിനേറ്റ് സിസ്റ്റം വിച്ച് ഈസ് കൺവീനിയന്റ് ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം വേണം യൂസ് ചെയ്യാനായിട്ട്. കൺവീനിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു കോർഡിനേറ്റ് സിസ്റ്റം അതൊരു പക്ഷേ നമുക്കറിയാം പലതരത്തിലുള്ള കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, അതേപോലെ തന്നെ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, അതേപോലെ തന്നെ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മളുടെ മോഷന്റെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന പ്രോബ്ലത്തിന്റെ ഫിസിക്കൽ നേച്ചർ അനുസരിച്ച്, സിമിട്രി അനുസരിച്ചിട്ട് വേണം അത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി ഫൈൻഡ് ദി നെറ്റ് ഫോഴ്സ് അലോങ് ഈച്ച് കോർഡിനേറ്റ് ആക്സിസ്. ഓരോ കോർഡിനേറ്റ് ആക്സിസിലും അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിലുള്ള നെറ്റ് ഫോഴ്സ് കണ്ടെത്തുക. അതിനെ ഓരോന്നിനെയുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പോണൻസ് ആക്കി മാറ്റുക. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിന്റെ കോസ് കമ്പോണന്റും സൈൻ കമ്പോണന്റും. എന്നിട്ട് ന്യൂട്ടന്റെ ലോസ്, സെക്കൻഡ് ലോസ് അപ്ലൈ ചെയ്യുക കമ്പോണന്റ് ബൈ കമ്പോണന്റ് ആയിട്ട്. ഇനി കൺസ്ട്രെയിൻസ് ഉണ്ട് എങ്കിൽ, കൺസ്ട്രെയിൻസ് എന്താ? ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എന്താ? അത് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കൺസ്ട്രെയിൻസ് ഉണ്ട് എങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെ സോൾവ് ദി ഇക്വേഷൻസ് ടു ഫൈൻഡ് ദി ആക്സലറേഷൻ അലോങ് ഈച്ച് കോർഡിനേറ്റ്സ് ഇൻ ദി ടേംസ് ഓഫ് നോൺ ഫോഴ്സ്. നോൺ ഫോഴ്സ് അനുസരിച്ചിട്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. In depending on the what result is desired, one either can use the accelerations equations directly or can integrate them to find the velocity and position. ഫോഴ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സലറേഷൻ ആയി, അതിൽ നിന്ന് ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെലോസിറ്റി ആയി, വെലോസിറ്റി ഇന്റഗ്രേറ്റ് ചെയ്ത പൊസിഷൻ ആയി. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുക. ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ഇനിഷ്യൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ആ രീതിയിലും സോൾവ് ചെയ്യാം. സോ ദീസ് ആർ ദി ടെക്നിക്സ് ഓർ ടിപ്സ് ടു സോൾവ് എ മെക്കാനിക് പ്രോബ്ലം. അതിലേക്കൊക്കെ നമുക്ക് വരണം. അതിനുമ്പ് ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്? എപ്പോഴാണ് ഇത് വരുന്നത് ജസ്റ്റ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്യൂഡോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ദാറ്റ് അപ്പിയേഴ്സ് ടു ആക്ട് ഓൺ എ മാസ് whose motion is described using a non-inertial frame of reference. ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിലൂടെ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ നമുക്ക് അറൈസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാ സാറേ ഈ നോൺ ഇനേർഷ്യൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ, ഒന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ഒബ്ജക്റ്റ് സർക്കുലാർ പാത്തിലൂടെ പോകുമ്പോൾ, ഇപ്പോൾ ബസ്സിലാണെന്ന് വിചാരിക്കുക, ആ ബസ് ഒരു കർവ് അല്ലെങ്കിൽ ഒരു വളവ് വളയുമ്പോൾ അതിനകത്തിരിക്കുന്നവരെല്ലാം ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് അവർക്കൊരു ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ വലത്തേക്ക് വളയുന്ന വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് ഇടത്തോട്ട് മൂവ് ചെയ്യുന്നതായിട്ടും, ഇടത്തോട്ട് വളയുന്ന ഒരു വാഹനത്തിൽ ഇരിക്കുന്നവർക്ക് വലത്തോട്ട് മൂവ് ചെയ്യുന്നതായിട്ടും എക്സ്പീരിയൻസ് ചെയ്യും. അതൊരു സ്യൂഡോ ഫോഴ്സ് ആണ് ആക്ച്വലി.
അതിനാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇത് എല്ലായിടത്തും ബാധകമാണ്. ഇത് ഉപയോഗിച്ച് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഒരു സെൻട്രിഫ്യൂഗേറ്റർ അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗിൻ മെഷീൻ. കെമിസ്ട്രിക്കാരും ഫിസിക്സുകാരും പ്രത്യേകിച്ച് നാനോയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നിങ്ങളും ചെയ്തിട്ടുണ്ടാകും. ഇനി മറ്റൊന്നാണ് കോറിയോളിസ് ഫോഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് കോറിയോളിസ് ഫോഴ്സ്? ദിസ് വിൽ ബി അപ്പിയറിംഗ് ഇൻ റൊട്ടേറ്റിംഗ് റെഫറൻസ് ഫ്രെയിം ആൻഡ് ആക്ട്സ് പെർപെൻഡിക്കുലർ ടു ദി വെലോസിറ്റി ഓഫ് മൂവിംഗ് ഒബ്ജെക്ട്. ഇതൊരു റൊട്ടേറ്റിംഗ് റെഫറൻസിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇതും ചെറിയ ക്ലാസ്സിൽ പ്രത്യേകിച്ച് സോഷ്യൽ സയൻസിൽ ഹൊറക്കെയിൻസ് ഉണ്ടാകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന്റെ ഉത്തരം അന്ന് സോഷ്യൽ സയൻസിൽ പറഞ്ഞിട്ടുണ്ട്, കോറിയോളിസ് ഫോഴ്സ് എന്ന്. കോറിയോളിസ് ഫോഴ്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻസ് നമുക്ക് വരണം. അതിന് മുമ്പ് സ്യൂഡോ ഫോഴ്സ് എങ്ങനെ എന്തുകൊണ്ട് അറൈസ് ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് നമുക്ക് രണ്ട് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ കൺസിഡർ എ ഫ്രെയിം എസ് എന്ന് പറഞ്ഞ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ്. മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്, ദാറ്റ് വിൽ ബി എസ് ഡാഷ്. കൃത്യമായി പറഞ്ഞാൽ ഇതൊരു ബസ് സ്റ്റോപ്പും ഇതൊരു ബസ്സും. സപ്പോസ് നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, രാമു വിൽ ബി സിറ്റിംഗ് ഓൺ എ ബസ് സ്റ്റോപ്പ് ആൻഡ് ദാമു is inside a bus which is moving with an acceleration a. ആക്സിലറേഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബസ്സിൽ ദാമു ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇതിന്റെ ലോസ് ഓഫ് മോഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? ശ്രദ്ധിച്ചോ, രാമുവിൽ നിന്നുള്ള അകലം ആറാണ് എന്ന് വിചാരിക്കുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ഒബ്ജക്ട് ആൻഡ് എസ്, അതായത് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ദാമുവിലേക്കുള്ള അകലം 6. ബസ്സിൽ നിന്ന് ദാമുവിലേക്കുള്ള അകലം ഉണ്ടെന്ന് വിചാരിക്കുക. സോ R is a vector, this is also a vector that can be regarded as S dash frame ആയതുകൊണ്ട് R dash എന്ന് എടുക്കുന്നു. Then the distance between these two frames, ബസ്സും ബസ് സ്റ്റോപ്പും തമ്മിലുള്ള അകലത്തിനെ സപ്പോസ് 6 എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ anybody can write a simple mathematical relation, that is R is equal to capital R plus R dash. വെക്റ്റർ അറിയാവുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടൈം ട്വൈസ്, 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്തു വിചാരിക്കും. എന്താ വരിക? ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ അല്ലെ, ഡി സ്ക്വയർ ക്യാപിറ്റൽ ആർ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആർ ഡാഷ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയറിനെ ഞാൻ അതിന്റെ ആക്സിലറേഷൻ എന്ന് കൊടുക്കാം. ഡി സ്ക്വയർ ക്യാപിറ്റൽ ആർ ബൈ ഡി ടി സ്ക്വയറിനെ ഞാൻ പറയുന്നു A0 എന്ന് ഞാൻ കൊടുക്കുന്നു. ഡി സ്ക്വയർ ആർ ഡാഷ് ബൈ ഡി ടി സ്ക്വയറിനെ എ ഡാഷ് എന്ന് കൊടുക്കുന്നു. സപ്പോസ് നമ്മളുടെ ദാമുവിന്റെ മാസ് m ആണെങ്കിൽ മൾട്ടിപ്ലൈ വിത്ത് m, we will get ma is equal to ma0 plus ma dash. അങ്ങനെയാണെങ്കിൽ ma dash ആണ് ശരിക്കും ആക്സിലറേഷൻ എസ് ഡാഷിലേത്. സോ ma ഡാഷിനെ നമ്മൾ എഴുതിയാൽ എന്താ വരിക? ma dash is equal to f minus ma0 തിരിച്ചെഴുതിയാൽ ഇപ്പോ എഫ് എന്താ? എം എന്ന് കൊടുക്കും. ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് ആണ് എഫ് എന്ന് വിചാരിക്കുക. അതായത് നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടി ആ ബസ്സിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് എഫ് ആണെങ്കിൽ ഫിസിക്കലി എം എ ഈക്വൽ ടു അങ്ങനെ വരും. അപ്പൊ എഫ് മൈനസ് ma0 ഇസ് ഈക്വൽ ടു ആണ് ma ഡാഷ് എന്ന് പറയുന്നത്. ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ് എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് അനുഭവപ്പെടേണ്ടിയിരുന്ന ആക്സിലറേഷൻ അനുസരിച്ചിട്ടുള്ള ഫോഴ്സ് ma ഡാഷ് ആണ്. പക്ഷേ ma0 എന്ന ഒരു കമ്പണന്റ് അവിടെ വരുന്നുണ്ട്. ദിസ് ഈസ് നോൺ ആസ്
സ്യൂഡോ ഫോഴ്സ്. അതാണ് നമ്മളുടെ സ്യൂഡോ ഫോഴ്സ് ടേം. അപ്പോ whenever you are applying a Newtonian mechanics on a accelerating object, you have to subtract the force term with the pseudo force. ഇത് മനസ്സിലാകാത്തവർക്ക് സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരിക്കൽ കൂടി പറയാം. ഒരാൾ കാറിൽ പോകുന്നു, ആ കാർ ആക്സിലറേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അതിനകത്തൊരു സിമ്പിൾ പെൻഡുലം ഉണ്ട്. ഇങ്ങോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ഈ സിമ്പിൾ പെൻഡുലം ആക്സിലറേഷൻ റൈറ്റ് ഡയറക്ഷനിലേക്കാണ്, സിമ്പിൾ പെൻഡുലം ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ മോഷൻ വരും. അത് സ്യൂഡോ ഫോഴ്സ് ആണത്. അകത്തിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ പുറത്തേന്നും കാണുന്നില്ല എങ്കിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് ഇത് കാർ എന്ന് പറയുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു കാര്യവും ഇല്ലാതെ ഈ പെൻഡുലം പുറകിലേക്ക് വരുന്നു. സോ ദാറ്റ് ഈസ് ആക്ച്വലി ദാറ്റ് സ്യൂഡോ ഫോഴ്സ് അല്ലെങ്കിൽ ഫിക്ടീഷ്യസ് ഫോഴ്സ്. വെറുതെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ദാറ്റ്സ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണേലേ വാട്ട് ആർ ദ പോസിബിൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുള്ളത് ഏതാണ് ഒന്ന് നോക്കാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് എ പ്രൊജക്ടൈൽ. ഒരു പ്രൊജക്ടൈലിനെ പറ്റി. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ കണ്ട് പേടിക്കൊന്നും വേണ്ട, രാമു എടുത്തെറിഞ്ഞ കല്ലാണ് പ്രൊജക്ടൈൽ. അത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഈസ് നോട്ട് സീറോ എനിവെയർ അലോങ് ഇറ്റ്സ് ട്രജക്ടറി. രണ്ടാമത് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ദി ഹൈയസ്റ്റ് പോയിന്റ് ഈസ് സീറോ. ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് ഇറ്റ്സ് മോഷൻ ആർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ഇതിൽ ചോദ്യം ഇതാണ്, വിച്ച് എമോങ് ദി above statements are true. ഇതിൽ ഏതൊക്കെയാണ് സത്യം? ഒരു പ്രൊജക്ടൈൽ എറിഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് നോട്ട് സീറോ എനിവെയർ അലോങ് ഇറ്റ്സ് ട്രജക്ടറി. അതായത് അതിനൊരു കൃത്യമായ ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കുമോ? തീർച്ചയായും ശരിയാണ്. ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് എറിയുന്നതെങ്കിലും ശരി, ഏതാണേലും ശരി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ഇറ്റ്സ് ജേണി അതെന്തായിരിക്കും? ആക്സിലറേഷൻ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. മുകളിലോട്ട് പോകുമ്പോഴും -g ആയിരിക്കും, താഴോട്ട് വരുമ്പോൾ +g ആയിരിക്കും. ഇത് ശരിക്കും ട്രൂ ആണ്. ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ഈസ് സീറോ. ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി സീറോ ആണോ? അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനാ. ഈ വെലോസിറ്റിയെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ വെലോസിറ്റിയെ രണ്ട് കമ്പണന്റ് ആക്കാം. ഒരു കോസ് കമ്പണന്റും ഒരു സൈൻ കമ്പണന്റും. വി ഉണ്ടെങ്കിൽ വി കോസ് തീറ്റ ആൻഡ് വി സൈൻ തീറ്റ. സൈൻ കമ്പണന്റ് ആണ് ഇതിന്റെ മുകളിലേക്കുള്ള മോഷനെ എടുക്കുന്നത് അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ റൈറ്റിലേക്കുള്ള മോഷനെ കോസ് കമ്പണന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വെലോസിറ്റി സീറോ ആയാൽ സൈൻ കമ്പണന്റും ഇല്ല, കോസ് കമ്പണന്റും ഇല്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ പോയി നിൽക്കും. പിന്നെ ആക്സിലറേഷൻ താഴേക്ക് വരിക ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണോ മോഷൻ പ്രൊജക്ടൈലിൽ? അല്ല, അത് ഇങ്ങനെ പോയതാ ഇങ്ങനെ വരും. വിച്ച് മീൻസ് അറ്റ് ദി ഹയസ്റ്റ് പൊസിഷൻ only v sin theta becomes zero. v sin theta മാത്രമേ സീറോ ആവുകയുള്ളൂ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് ദി വെലോസിറ്റി കമ്പണന്റ് ഇൻ ദി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ദാറ്റ് ഈസ് v cos theta. അപ്പൊ ഇത് സസ്പീഷ്യസ് ആണ് അല്ലെങ്കിൽ തെറ്റാണ്. ഇനി ദ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ഓഫ് മോഷൻ ആർ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. ശരിയല്ലേ? ഒന്ന് മാറുന്നതിനനുസരിച്ചിട്ട് ഒന്നിങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കംപ്ലീറ്റ്ലി ഒരെണ്ണത്തിനെ മറ്റൊരെണ്ണത്തിനെ സ്വാധീനിക്കണം എന്നൊന്നും ഇല്ല. ആംഗിൾ അനുസരിച്ചിട്ടാണ് അതിന്റെ ഇത് വരുന്നത്. ഇതിന്റെ ഉത്തരം വരിക ബി ഓപ്ഷൻ ആണ്. എനിവേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ടു ഒബ്ജക്ട്സ് ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജീസ്. ഹൗ ഡു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദെയർ മൊമെന്റ P1 ആൻഡ് P2 കമ്പയർ? ഈക്വൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² ആണ്. പക്ഷെ ഇത് മൊമെന്റം വെച്ചിട്ട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം മൊമെന്റം P is equal to mv. അങ്ങനെയാണെങ്കിൽ മേലും താഴെ ഞാൻ ഒരു മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. സോ ഹാഫ് m² v² ബൈ ഇവിടെ ഒരു m വരും അല്ലേ? ഹാഫ് mv എന്ന് ആദ്യം കൊടുക്കാൻ നമുക്ക് എഴുതാം.
ഇൻറ്റു ഹാഫ് എം വി. അപ്പൊ ഇവിടെ എം സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. എം വി എന്ന് പറഞ്ഞ പി ആണെങ്കിൽ പി സ്ക്വയർ ബൈ 2m എന്ന് പറയാം. രണ്ടിന്റെയും കൈനറ്റിക് എനർജി ഈക്വൽ ആണ്. പക്ഷെ കൈനറ്റിക് എനർജിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ മൊമെന്റവും പിന്നെ അതേപോലെ തന്നെ മാസുമാണ്. മാസിനെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. സോ മാസ് ഇല്ലാതെ ഏതിനാണ് മൊമെന്റം കൂടുതൽ, ഏതിനാണ് മൊമെന്റം കുറവ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഇൻസഫിഷ്യന്റ് ഇൻഫർമേഷൻ. മാസ് ഇല്ലാതെ ഇത് പറയാനായി സാധിക്കത്തില്ല. സോ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ പി സ്ക്വയർ ബൈ 2m ആണ്. ഈ ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നോളുക. ഇനി എപ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. സോ ഇത് നമ്മളുടെ ഫോർമുല ബുക്കിലേക്ക് നമ്മൾ മാറ്റണം, FBയിലേക്ക് മാറ്റണം. ശ്രദ്ധിക്കുക. അടുത്തത്, വിച്ച് among the following is not velocity dependent force? വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാത്തവരാരൊക്കെയാണ്? കോറിയോളിസ് ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വെലോസിറ്റിയെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് അവർ. കോറിയോളിസ് ഫോഴ്സ് പ്രത്യേകിച്ച് ഡിപ്പെൻഡ് ചെയ്യും. സെൻട്രിഫ്യൂഗേഷൻ വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ സെൻട്രിഫ്യൂഗേഷൻ കൂടും. ഫ്രിക്ഷണൽ ഫോഴ്സ് അതും ശരിക്കും വെലോസിറ്റി ഡിപ്പെൻഡന്റ് ആണ്. പിന്നെ ആരാ ഇതിൻ്റെ അകത്ത് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യാത്ത? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇറ്റ്സെൽഫ് ആണ്. സോ ഗ്രാവിറ്റി എന്ത് ചെയ്യുകയില്ല, ഡിപ്പെൻഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വെലോസിറ്റി ഡിപ്പെൻഡന്റ് എന്ന് പറയാൻ കാര്യം? നമുക്കറിയാം കൈനറ്റിക് ഫ്രിക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷനും ഉണ്ട്. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം, അല്ലെങ്കിൽ റോളിംഗ് ഫ്രിക്ഷനും സ്റ്റാറ്റിക് ഫ്രിക്ഷനും. അപ്പൊ ഒരെണ്ണം മറ്റൊന്നിന്റെ മേലിലൂടെ ഇങ്ങനെ നിരങ്ങിയൊക്കെ പോവുകയാണെങ്കിൽ അന്നേരത്തെ ഫ്രിക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുക വെലോസിറ്റി ആയിരിക്കും. അപ്പൊ ആ വെലോസിറ്റി 0 ആണെങ്കിൽ ആ ഫ്രിക്ഷൻ ഫോഴ്സ് എന്തായി പോകും? 0 ആയി പോകും. സ്റ്റാറ്റിക്കിലേക്ക് അത് മാറും. എനിവേ, ജസ്റ്റ് ഒന്ന് ഓർത്തോളുക. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും. 2 ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വിച്ച് among the following is not true about the fictitious force? fictitious ഫോഴ്സിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. fictitious force in a uniformly accelerating system behaves exactly like a constant gravitational force. പിന്നെ ഇത് ചോദിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, നോട്ട് ട്രൂ ആണ്, ട്രൂ അല്ലാത്തത്. The fictitious force is a uniformly accelerating system behaves exactly like a constant gravitational force. അടുത്തത്, the fictitious force is a uniformly accelerating system, is a constant and is proportional to the mass. The fictitious force on an extended body acts as a center of mass. Fictitious force originates due to interaction between bodies. ഇത് കാണുമ്പോഴേ അറിയാം ഈ താഴെ എഴുതിയേക്കുന്ന എന്താണെങ്കിലും തെറ്റാണ്. ബോഡീസിന്റെ ഇന്ററാക്ഷൻ വെച്ചിട്ടല്ല ഒരിക്കലും ഫിക്റ്റീഷ്യസ് ഫോഴ്സ് വരുന്നത്. നോട്ട് ട്രൂ മാത്രം നോക്കിയാൽ മതി, കറക്റ്റ് ആവും. യൂണിഫോംലി ആക്സലറേറ്റിംഗ് ബോഡീസിലാണ് ഇത് വരിക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് യൂണിഫോംലി ആക്സലറേറ്റിംഗ് കോൺസ്റ്റന്റ് ആണ്, പ്രൊപ്പോർഷൻ ടു ദി മാസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ അത് പ്രൂവ് ചെയ്തതാണ്. പിന്നെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഓൺ ആൻ എക്സ്റ്റെൻഡഡ് ബോഡി ആക്ട്സ് ആസ് എ സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിലായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം നോക്കുക. ഇഫ് ദി പൊസിഷൻ കോർഡിനേറ്റ്സ് ഓഫ് എ പാർട്ടിക്കിൾ ആർ ഈസ് ഈക്വൽ ടു, തന്നിട്ടുണ്ട് പൊസിഷൻ കോർഡിനേറ്റ് ആണെന്നിരിക്കുന്നത്, ആർ ഈസ് ഈക്വൽ ടു ആർ കോസ് ഒമേഗ ടി ഐ പ്ലസ് സൈൻ ഒമേഗ ടി ജെ. കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഭയങ്കര സിമ്പിൾ അല്ലേ? ഡി ആർ ബൈ ഡി ടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ആർ കോൺസ്റ്റന്റ് ആണ്, കോസിൻ്റെത് മൈനസ് സൈൻ ഒമേഗ ടി, ഐ ഉണ്ട് ഇവിടെ, നമുക്കറിയാം ചെയിൻ റൂൾ അനുസരിച്ചിട്ട് ഒരു ഒമേഗയും കൂടെ വരും. സോ പ്ലസ് സൈനിൻ്റെതോ കോസ് ഒമേഗ ടി, ജെ ഉണ്ട്, വീണ്ടും ഒരു ഒമേഗയും കൂടെ വരും. 6 ഒമേഗയൊക്കെ ഒന്ന് വെളിയിലെടുത്ത് വൃത്തിയായിട്ട് എഴുതിയാൽ മൈനസ് സൈൻ ഒമേഗ ടി ഐ, ഒമേഗ ടി നമുക്കൊരു ബ്രാക്കറ്റ് കൊടുക്കും, കോസ് ഒമേഗ ടി ജെ എന്ന് കിട്ടും. എന്തായി സംഭവം? ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യത്തെ ഓപ്ഷനിൽ മൈനസ് കിടപ്പില്ല, രണ്ടാമത്തെ ഓപ്ഷനിൽ മൈനസും ഉണ്ട്, പ്ലസും ഉണ്ട്, പ്ലസ് കോസ് ഒമേഗ ടി ഉണ്ട്, 6 ഒമേഗയുണ്ട്. സോ ഐ ഉണ്ട്. പൊസിഷൻ വെക്ടർ നോക്കണം, പൊസിഷൻ വെക്ടർ വേണമെങ്കിൽ തിരിച്ചു തരാം. സോ ദിസ് ഈസ് ദി ആൻസർ. സോ ബി ആണ് അതിന്റെ ആൻസർ. ഇത്രയൊക്കെയാണ് ക്ലാസിക്കൽ മെക്കാനിക്സിലെ പറഞ്ഞ കാര്യങ്ങൾ.
ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ന്യൂട്ടോണിക് മെക്കാനിക്സിനെ പറ്റി കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയേണ്ടതുണ്ട്. പിന്നെ ലഗ്രാഞ്ചിയൻ ഫോർമേഷൻ, ലഗ്രാഞ്ചിയൻ മെക്കാനിക്സിനെ പറ്റിയും ഹാമിൽട്ടോണിയനെ പറ്റിയും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടെ ആകുമ്പോഴത്തേക്ക് ക്ലാസിക്കലിലെ ഒരു കുറച്ച് ഭാഗം നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുക, നന്നായിട്ട് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. എപ്പോഴും ഓർക്കുക, ഫിസിക്സ് ഈസ് ഈക്വൽ ടു മാത്തമാറ്റിക്സ് പ്ലസ് കോമൺ സെൻസ്. കോമൺ സെൻസ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുക, മാത്തമാറ്റിക്കലി അതിന്റെ ഇക്വേഷൻ ഉണ്ടാക്കുക, സോൾവ് ചെയ്യുക, ഫോർമുല ബുക്കിൽ എഴുതാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതുക. അപ്പോൾ ഓക്കെ, ബൈ.